നമസ്കാരം. എൻ്റെ പേര് ലിജോ പോൾ, മോട്ടിവേഷൻ എഴുത്തുകാരനാണ്. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മോട്ടിവേഷനെ സംബന്ധിച്ചിട്ടാണ്. ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് തരാനും വീഡിയോ ഷെയർ ചെയ്യാനും സഹകരിക്കുമല്ലോ. ഒരു വിഷയം വളരെ വലിയൊരു വിഷയമാണ്. മോട്ടിവേഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ എന്നത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾക്ക് ഒരു ഉന്മേഷം കിട്ടാനായിട്ടുള്ള വളരെയേറെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകളുണ്ട്. സഹായം കൊണ്ട് നിങ്ങളുടെ വാക്കുകളാകാം, പ്രവൃത്തികളാകാം, അല്ലെങ്കിൽ മറ്റു സഹായങ്ങളായിരിക്കാം. അതൊക്കെ വിവിധ തരത്തിൽ നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മോട്ടിവേഷൻ എതിരായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഡീമോട്ടിവേഷൻ എന്ന് പറയും. അതായത് നിങ്ങളെന്ത് ചെയ്താലും കുറ്റം പറയുന്നു, നിങ്ങളെന്ത് ചെയ്താലും അതിനെ വിമർശിക്കുന്നു. വിമർശനം മാത്രം, അതായത് നല്ല തരത്തിൽ വിമർശിക്കാം, പക്ഷെ നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളുടെ മാനസികാവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ളൊരു വിമർശനം ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ അത് സാരമായി തന്നെ ബാധിച്ചേക്കാം. അന്നേരമൊക്കെ നിങ്ങളുടെ മനസ്സിന് ഊർജം കിട്ടാനായിട്ട്, ഉന്മേഷം കിട്ടാനായിട്ട് മോട്ടിവേഷൻ ഒരുപാട് സഹായകരമാണ്. നമുക്ക് നാളെ എങ്ങനെ ചെയ്യാൻ സാധിക്കുക, നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ എങ്ങനെ കൈവരിക്കാൻ സാധിക്കും, ഇതെല്ലാം നമുക്ക് മോട്ടിവേഷനിലൂടെ സാധിക്കുന്നതാണ്. ഒരു പക്ഷേ നമ്മുടെ വാക്കുകൾ ചെറുതോ വലുതോ ആയിക്കോട്ടെ, മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്ക് സഹായകരമാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു വിജയം തന്നെയാണ്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം പരാജയങ്ങൾ നിരവധി അഭിമുഖീകരിച്ച വ്യക്തിയാണ് ഞാൻ. പരാജയങ്ങൾ ഉണ്ടായപ്പോൾ അതിന് വലിയൊരു നേട്ടത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. ഒരു പക്ഷേ ആ ഒരു പരാജയം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നല്ല കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ അവിടെ പരാജയം സംഭവിച്ചില്ല എങ്കിൽ എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോൾ എല്ലാത്തിനും ഒരു ലക്ഷ്യമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സമയം പാഴാക്കാതെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം ഇപ്പോൾ, പക്ഷേ ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ലായിരിക്കും ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ, പക്ഷേ നാളുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ വില അറിയാൻ സാധിക്കും. ഞാൻ മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ തുടങ്ങിയത് 4 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടാണ്. അന്ന് എൻ്റെ എഴുത്തും ഇന്നത്തെ എൻ്റെ എഴുത്തും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അത് അന്ന് അതായത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വിമർശിക്കാനുണ്ടായിരുന്നു, കളിയാക്കാനുണ്ടായിരുന്നു. ഞാനതൊന്നും കാര്യമാക്കിയില്ല. കാരണം എൻ്റെ കഴിവ് വളർത്തിയെടുക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ്. എൻ്റെ കഴിവ് വളർത്തിയെടുത്താലേ എനിക്കതിലൂടെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് ആവശ്യത്തിന് മാത്രമേ എടുക്കത്തുള്ളൂ. മറ്റ് മോശമായ കാര്യങ്ങളാണെങ്കിൽ അതിനെ ഞാൻ ഒഴിവാക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഒത്തിരി ആളുകൾ തുടക്കത്തിൽ എന്നെ എതിർക്കാനും കളിയാക്കാനും എല്ലാം ചെയ്തു നോക്കി, പക്ഷേ ഞാൻ പിന്തിരിയുന്നില്ലെന്ന് കണ്ടപ്പോൾ പിന്നെ അവരുടെ വഴിക്ക് പോയി. പിന്നെ ഓരോരുത്തർക്ക് മനസ്സിലായി തുടങ്ങി ഞാൻ എഴുതുന്ന കാര്യങ്ങൾക്ക് ഒരു പോയിൻ്റ് ഉണ്ടെന്നും അത് ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണെന്നും എല്ലാം മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി, എൻ്റെ എഴുത്തുകൾ വായിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ പുസ്തകമായി ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലേക്കും എനിക്ക് പുസ്തകം കടത്തിവിടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു ജില്ലയിൽ മാത്രം പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ എന്തോ വലിയൊരു സഹായം എനിക്ക് ലഭിച്ചു. ആ ഒരു ജില്ലയിലേക്ക് ഒരാൾ പുതിയ കസ്റ്റമറായിട്ട് വന്നു, എനിക്ക് അയക്കാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഒരു പുസ്തകമെങ്കിലും അയക്കണം എന്നുള്ളത്. ആ ഒരു ആഗ്രഹം പൂർത്തിയായി. അത് യാദൃശ്ചികമാണ്. സാധാരണ നമുക്ക് വേണമെങ്കിൽ ആ ജില്ല മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പരസ്യം കൊടുത്ത് ആളെ എടുക്കാം, പക്ഷേ അതൊന്നും എനിക്ക് വേണ്ടി വന്നില്ല. ആ ഒരു ജില്ലയിൽ കൂടി എനിക്ക് ആളെ കിട്ടി. അങ്ങനെ 14 ജില്ലകളിലേക്ക് എനിക്ക് അയക്കാൻ സാധിച്ചു. എൻ്റെ കോപ്പികൾ കുറവാണ്, വളരെ കുറവാണ്. ഞാൻ സാധാരണ രീതിയിലുള്ള പ്രിൻറ്റിംഗ് അല്ല ചെയ്യുന്നത്, ഓഫ്സെറ്റ് അല്ല ചെയ്യുന്നത്. ജസ്റ്റ് A4 പേപ്പർ നമ്മൾ പെർഫെക്റ്റ് ബൈൻഡിങ് രൂപത്തിലാണ് ചെയ്യുന്നത്. പ്രസ്സിലൊക്കെ ചെയ്യുമ്പോൾ മിനിമം ഒരു 500 കോപ്പി അല്ലെങ്കിൽ 1000 കോപ്പിയൊക്കെ ചെയ്താൽ മാത്രമേ അവർക്ക്
അല്ല നമുക്കായാലും ലാഭകരമായ രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ 100 കോപ്പിയാണ് മിനിമം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള കോപ്പികൾ എൻ്റെ പക്കലുള്ളൂ. പിന്നെ രണ്ടാമത്തെ പുസ്തകം ഇറക്കിയപ്പോൾ വളരെ നിസ്സാര കോപ്പികൾ മാത്രമേ ഞാൻ അച്ചടിച്ചുള്ളൂ. അപ്പോൾ അത് വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുസ്തകം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും വായിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് നോക്കാനായിട്ട് ഇൻസ്റ്റഗ്രാമുണ്ട്, യൂട്യൂബിൽ ഉണ്ട്, അതുകൂടാതെ സ്പോട്ടിഫൈയിലുണ്ട്, കൂടാതെ എൻ്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 മാർഗ്ഗത്തിലൂടെയും എൻ്റെ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സാധാരണ ആരും ഒന്നും ചെയ്യാറില്ല. നമ്മൾ പുസ്തകമായിട്ട് പുറത്തിറക്കുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അത് നമ്മൾ ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത് മറ്റുള്ളവരാരും ഡിപ്പെൻഡ് ചെയ്യാത്തത് കൊണ്ടും പിന്നെ എനിക്കത് എല്ലാവരിലേക്ക് എത്തിക്കാനുള്ളൊരു മാർഗ്ഗം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വരുത്തുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി വായിക്കാൻ നോക്കുക. ഇത് സാമ്പത്തിക പ്രതിസന്ധി എനിക്കുണ്ട് ഒരുപാട്. അപ്പോൾ പറ്റുന്നവർ വായിക്കുക. കോപ്പികൾ കുറച്ചുള്ളൂ, അതനുസരിച്ച് തീരുന്നത് വരെ ഉണ്ടാകത്തുള്ളൂ. പിന്നെ പുതിയ സ്റ്റോക്ക് വരണം, അതിന് കുറച്ച് കാലതാമസം എന്തായാലും എടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പരിമിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കാൻ അവസരം കൊടുത്തിരിക്കുന്നത്. പലർക്കും വായിച്ചു കഴിഞ്ഞിട്ട് അതിൽ പുസ്തകം വാങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് കുറ്റം പറയുന്നതിനേക്കാൾ നല്ലത് ഓൺലൈനിൽ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ മാത്രം പുസ്തകത്തിൻ്റെ രൂപത്തിൽ വാങ്ങിച്ചാൽ മതി. പിന്നെ രണ്ട് അനുഭവിക്കും കിട്ടുക. ഓൺലൈൻ വായിക്കുന്ന പോലെയല്ല പുസ്തകം രൂപത്തിൽ വായിക്കുമ്പോൾ എന്ന് പലരും പറയാറുണ്ട്. അതൊരു വല്ലാത്തൊരു അനുഭവമാണെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് പുസ്തകമായിട്ട് വാങ്ങിക്കുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ വിമർശിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ വിമർശിക്കാം, കുഴപ്പമില്ല. പക്ഷെ അതൊരു സഭ്യതയുടെ പുറത്ത് മാത്രം വിമർശിക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് അത് സാരമുള്ളതല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്കത് സാരമാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു സോഷ്യൽ നെറ്റ്വർക്കിൽ മറ്റുള്ളവർക്കൊക്കെ പ്രയോജനകരമായ രീതിയിൽ മാത്രം അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും പറയാനുള്ളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.